ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോഷക ഗുണങ്ങൾ ഏറെ അടങ്ങിയ ഒന്നാണ് മുട്ട. മുട്ടയിലെ പോഷകങ്ങൾ പൂർണ്ണമായി ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലയാളികളുടെ ഭക്ഷണശീലത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് പുഴുങ്ങിയ മുട്ട. പ്രോട്ടീൻ്റെ കലവറയായ മുട്ട ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചെറുതല്ല. എന്നാൽ മുട്ട പുഴുങ്ങുന്നതിലും അത് കഴിക്കുന്നതിലും നാം വരുത്തുന്ന ചില അശ്രദ്ധകൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്തേക്കാം. പലപ്പോഴും നാം ശീലിച്ചു പോകുന്ന പല കാര്യങ്ങളും ശാസ്ത്രീയമായി തെറ്റാണെന്ന് പലരും തിരിച്ചറിയുന്നില്ല. മുട്ടയിലെ പോഷകങ്ങൾ പൂർണ്ണമായി ശരീരത്തിന് ലഭിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അമിതമായി മുട്ട പുഴുങ്ങുന്നത് ഒഴിവാക്കാം. മുട്ട അമിതമായി പുഴുങ്ങുന്നത് സാധാരണയായി പലരും ചെയ്യുന്ന തെറ്റാണ്. മുട്ടയുടെ മഞ്ഞക്കരുവിന് ചുറ്റുമായി പച്ചയോ ചാര നിറമോ കലർന്ന ഒരു പാളി കാണാറില്ലേ? ഇത് മുട്ട അമിതമായി വെന്തതിൻ്റെ ലക്ഷണമാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ മുട്ടയിലെ ഇരുമ്പും സൾഫറും തമ്മിൽ പ്രതിപ്രവർത്തിക്കുന്നു. ഇത് മുട്ടയിലെ പ്രോട്ടീൻ്റെ ഗുണനിലവാരം കുറയ്ക്കാൻ കാരണമാകുന്നു. മിതമായ ചൂടിൽ നിശ്ചിത സമയം മാത്രം മുട്ട പുഴുങ്ങാൻ ശ്രദ്ധിക്കുക. ഏകദേശം 10 മുതൽ 12 മിനിറ്റ് വരെയാണ് ഒരു മുട്ട പൂർണ്ണമായി പുഴുങ്ങാൻ വേണ്ട സമയം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, തണുത്ത മുട്ട നേരിട്ട് പുഴുങ്ങരുത്. ഫ്രിഡ്ജിൽ നിന്നും മുട്ട എടുത്ത ഉടനെ തിളച്ച വെള്ളത്തിലേക്ക് ഇടാറുണ്ടോ? എങ്കിൽ ആ ശീലം മാറ്റിക്കോളൂ. തണുത്ത മുട്ട പെട്ടെന്ന് ചൂടുവെള്ളത്തിലിടുമ്പോൾ തോട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇത് മുട്ടയിലെ ഘടനയെയും ബാധിക്കും. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, പുഴുങ്ങിയ ഉടനെ മുട്ട കഴിക്കരുത്. മുട്ട പുഴുങ്ങിയ ഉടനെ തന്നെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. പുഴുങ്ങിയ ശേഷം മുട്ട അല്പനേരം തണുത്ത വെള്ളത്തിലിട്ട് വെക്കണം. ഇത് മുട്ടത്തോട് എളുപ്പത്തിൽ കളയാൻ സഹായിക്കും. എന്ന് മാത്രമല്ല, മുട്ടയുടെ ഉള്ളിലെ ചൂട് ക്രമീകരിക്കാനും സഹായിക്കും. ചൂടോടെ കഴിക്കുമ്പോൾ ചിലരിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത്, പഴയ മുട്ട എങ്ങനെ തിരിച്ചറിയാം എന്നതാണ്. മുട്ടയുടെ ഗുണമേന്മ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ മുട്ടകൾ പുഴുങ്ങി കഴിക്കുന്നത് വയറിന് അസ്വസ്ഥതയുണ്ടാക്കും. ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളത്തിൽ മുട്ട ഇട്ട് നോക്കുക. മുട്ട താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അത് ഫ്രഷ് ആണ്. എന്നാൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കുകയാണെങ്കിൽ അത് കേടായ മുട്ടയാണെന്ന് മനസ്സിലാക്കാം. ഇത്തരം മുട്ടകൾ ഉപയോഗിക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചിലരെങ്കിലും മഞ്ഞക്കരു കളയുന്ന ശീലമുള്ളവരായിരിക്കും. കൊളസ്ട്രോൾ ഭയന്ന് പലരും മുട്ടയുടെ മഞ്ഞക്കരു ഒഴിവാക്കാറുണ്ട്. എന്നാൽ ഹൃദ്രോഗം പോലുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്ക് മഞ്ഞക്കരു കഴിക്കുന്നത് ഗുണകരമാണ്. വിറ്റാമിൻ എ, ഡി, ഇ എന്നിവയും ആരോഗ്യകരമായ കൊഴുപ്പും മഞ്ഞക്കരുവിലാണ് അടങ്ങിയിരിക്കുന്നത്. പ്രോട്ടീൻ മതി എന്നുള്ളവർക്ക് മുട്ടയുടെ വെള്ള മാത്രം കഴിക്കാവുന്നതാണ്. അവസാനമായി, മുട്ട അധിക ദിവസം സൂക്ഷിച്ചു വെക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുകൂടി നോക്കാം. പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ അധിക നേരം പുറത്ത് വെക്കരുത്. ഉടനെ തന്നെ ഫ്രിഡ്ജിലാക്കുക. തോട് കളഞ്ഞ മുട്ടയാണെങ്കിൽ ഉടൻ തന്നെ കഴിക്കുന്നതാണ് ഉചിതം. തോടോടുകൂടിയാണെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് ദിവസം സൂക്ഷിക്കാം. എന്നാൽ 2 ആഴ്ചയിൽ കൂടുതൽ പഴക്കമുള്ള പുഴുങ്ങിയ മുട്ടകൾ ഉപയോഗിക്കരുത്. മുട്ട കഴിക്കുന്നതിനൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കണം. നമ്മുടെ ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകും. മുട്ടയുടെ പോഷകങ്ങൾ പൂർണ്ണമായും ആഗിരണം ചെയ്യാൻ ശരിയായ രീതിയിലുള്ള പാചകം ശീലമാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്.